കോഴിക്കോട് പേരാമ്പ്ര JDTയിലെ സ്ട്രോങ് റൂം തുറന്നെന്ന വിവാദത്തിൽ കളക്ടർ ഉടൻ റിപ്പോർട്ട് നൽകും. വിഷയത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ കളക്ടറോട് വിശദീകരണം തേടി. തുറന്നത് സ്ട്രോങ് റൂം അല്ല, റിസർവ് റൂമാണെന്ന വിശദീകരണം വന്നെങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്ന ആരോപണമാണ് ബലമേറുന്നത്. അതേസമയം മെറ്റീരിയൽസ് റൂം തുറന്നിട്ടില്ലെന്നും കളക്ടർ അറിയിച്ചു. തുറന്നത് സീൽ ചെയ്യാത്ത മുറിയാണെന്നും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് മുറി തുറന്നതെന്നും കളക്ടർ പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസർ കൈവശം വയ്ക്കേണ്ട രേഖകൾ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലുള്ള മെറ്റീരിയൽ റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം എൻകോർ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ പരിശോധിച്ച് അന്തിമമായി അപ്രൂവ് ചെയ്യേണ്ട തീയതി ഏപ്രിൽ 20 ആണെന്നും ഇതിന്റെ ഭാഗമായാണ് മുറി തുറന്നതെന്നും കളക്ടർ പറഞ്ഞു. മുറി തുറക്കുന്ന വേളയിൽ LDFനെ പ്രതിനിധീകരിച്ച് UK മുഹസിൻ, UDFനെ പ്രതിനിധീകരിച്ച് ഷഹസാദ് K എന്നിവർ സ്ഥലത്ത് സന്നിഹിതരായിരുന്നുവെന്നും രേഖകളുടെ പരിശോധന കഴിഞ്ഞ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ മുറി പൂട്ടുകയും ചെയ്തെന്നും കളക്ടർ വ്യക്തമാക്കി. കോഴിക്കോട് പേരാമ്പ്ര JDTയിലെ സ്ട്രോങ്ങും തുറന്ന വിവാദം വളരെ ചർച്ചയാവുകയാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കളക്ടർ ഉടൻ തന്നെ റിപ്പോർട്ട് നൽകും. എന്തായാലും വിഷയത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ കളക്ടറോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. തുടർന്നത് സ്ട്രോങ് റൂം അല്ല, റിസർവ് റൂമാണെന്ന വിശദീകരണമൊക്കെ വന്നെങ്കിലും നടപടിക്രമങ്ങളൊക്കെ പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്നൊരു ആരോപണത്തിന് വലിയ രീതിയിൽ ബലമേറുന്നുണ്ട്. അതേസമയം മെറ്റീരിയൽ റൂം തുറന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ കളക്ടർ അറിയിക്കുന്നത്. തുറന്നത് സീൽ ചെയ്യാത്ത മുറിയാണെന്നും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു മുറി തുറന്നതൊക്കെ എന്നാണ് കളക്ടർ നൽകുന്ന ഒരു പ്രധാന വിശദീകരണം. റിട്ടേണിംഗ് ഓഫീസർ കൈവശം വെക്കേണ്ട രേഖകൾ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലുള്ള മെറ്റീരിയൽ റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം എൻകോർ സോഫ്റ്റ്വെയറിലെ വിവരങ്ങളൊക്കെ പരിശോധിച്ച് അന്തിമമായി അപ്രൂവ് ചെയ്യേണ്ട തീയതി ഏപ്രിൽ 20 ആണെന്നും ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ ഒരു മുറി തുറന്നതെന്നൊക്കെയാണ് കളക്ടർ പ്രധാനമായും വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്തായാലും മുറി തുറക്കുന്ന വേളയിൽ LDFന്റെയും UDFനെയും പ്രതിനിധീകരിച്ചൊക്കെയുള്ള ആളുകളൊക്കെ അടുത്തുണ്ടായിരുന്നു. LDFനെ പ്രതിനിധീകരിച്ച് AK മുഹസിനും UDFനെ പ്രതിനിധീകരിച്ച് ഷഹസാദ് K എന്നിവരൊക്കെ ഈ ഒരു സ്ഥലത്ത് സന്നിഹിതരായിരുന്നുവെന്നും രേഖകളുടെ പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ഒരു മുറി പൂട്ടുകയും ചെയ്തെന്നൊക്കെയാണ് ഇപ്പോൾ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്.